ക്രിക്കറ്റ് എനിക്ക് ഒരു അവസരം മാത്രം തരൂ, ഒരൊറ്റ അവസരം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കരുൺ നായർ ഇട്ടൊരു പോസ്റ്റായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. എന്നാൽ IPL ആ വിളി കേൾക്കുകയാണ്. ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് കരുൺ നായറിനെ വാങ്ങിയത് 50 ലക്ഷം രൂപയ്ക്കാണ്. ആ 50 ലക്ഷം രൂപയേക്കാൾ വലിയ പണി കരുൺ നായർ ഒരൊറ്റ മത്സരം കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഡൽഹി ക്യാപിറ്റൽസ് ആദ്യത്തെ 4 മത്സരങ്ങളിലും കരുൺ നായറിനെ പരീക്ഷിച്ചിരുന്നില്ല. 5ാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കഴിഞ്ഞ ദിവസം ഇമ്പാക്റ്റ് പ്ലെയറാക്കി ഒന്നിറക്കി നോക്കാമെന്ന് കരുതി. പക്ഷേ ഡൽഹി പോലും വിറച്ചുപോയി കരുൺ നായറിൻ്റെ ഇന്നിങ്സിന് മുന്നിൽ. 40 പന്തുകളിൽ നിന്നും 89 റൺസ് അടിച്ചെടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ കളം വിട്ടത്. പക്ഷേ ഡൽഹി പരാജയപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും കളി കണ്ട ആരും കരുൺ നായറിൻ്റെ ഈ ഇന്നിങ്സ് മറക്കില്ല. ബൗണ്ടറികളോട് ബൗണ്ടറി, അതും അടിക്കുന്നത് ലോകത്തിലെ 1ാം നമ്പർ ബൗളറായ ജസ്പ്രീത് ബുംറയെ. ബുംറ ശരവേഗത്തിൽ വന്നെറിയുന്ന പന്തുകൾ എക്സ്ട്രാ കവറിലൂടെയും ലോങ് ഓണിലൂടെയും ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ സിക്സറുകളെല്ലാം ഫ്ലിക്ക് ചെയ്തും കവേഴ്സിലൂടെ ഏരിയലായി പോകുകയും ചെയ്തപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നോക്കി നിന്ന് കൈയടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ലോകത്തിലെ 1ാം നമ്പർ ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക് സ്വാഭാവികമായും ഈഗോയും അടിച്ചു. കരുൺ നായർ ഒരു പന്തിൽ ഡബിൾ എടുക്കാൻ വേണ്ടി ഓടുമ്പോൾ ജസ്പ്രീത് ബുംറ കാലുകൊണ്ടൊന്ന് തട്ടാൻ ശ്രമിച്ചു. മത്സരത്തിനിടയിൽ കരുൺ നായരും ജസ്പ്രീത് ബുംറയും തമ്മിൽ ഒരു വാക്കുതർക്കവും ഉണ്ടാകുന്നു. ഹാർദിക് പാണ്ഡ്യയോട് സമാധാനപരമായി സംസാരിക്കാൻ ചെയ്യുന്ന കരുൺ നായറിനെയും നമുക്ക് കാണാം. പക്ഷേ ആ ഈഗോ ഹേർട്ടായത് ചെറുതൊന്നുമല്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ബുംറ വിട്ടുമാറി നിന്നപ്പോൾ ഇന്ത്യയുടെ പകുതിയോളം പ്രതീക്ഷകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തുന്നത്, അതും ബുംറ ഇല്ലാതെ. ബുംറ എന്ന പ്ലെയറിനെ ഒരിക്കലും കുറച്ചു കാണാനും കഴിയില്ല. കാരണം അത്രമാത്രം ഇന്ത്യക്ക് വേണ്ടി മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള താരവും കൂടിയാണ്. അത്രമാത്രം ഇന്ത്യക്കാരും ലോകവും ഉറ്റുനോക്കുന്ന ബൗളർ കൂടിയാണ് ജസ്പ്രീത് ബുംറ. പക്ഷേ കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ ചെണ്ടയാവുകയായിരുന്നു ബുംറ. ആ ചെണ്ടയാകാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് കരുൺ നായർ കൂടിയാണ്. എവിടെ നിന്നോ വന്ന് ഇതുവരെ കളിക്കാത്ത ഒരു കളിക്കാരൻ വന്ന് തന്നെപ്പോലൊരു ബൗളറെ അടിച്ച് പരത്തുമ്പോഴേക്കും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും സർവോപരി ഹാർദിക് പാണ്ഡ്യയും എല്ലാവരും നോക്കി നിന്നു. അതുതന്നെയായിരുന്നു പ്രധാന പ്രശ്നം. 1077 ദിവസങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ പാഡാണ് IPL-ലേക്ക് കളിക്കാൻ ഇറങ്ങുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കരുൺ നായറിൻ്റെ മാസ്മരിക ആവറേജ് നമുക്ക് ഇന്നും മറക്കില്ല. ഈ സീസണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു കരുൺ നായർ. കരുൺ നായർ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം ഫോമിലാണ് നിൽക്കുന്നത്. അതും ഈ ലൈഫ് ടൈം ഫോം തുടരാൻ തുടങ്ങിയിട്ട് 1-2 മാസമൊന്നുമല്ല, ഏകദേശം 1-1.5 വർഷമായി ഈ ഒരു ഗംഭീര ഫോമിൽ കരുൺ നായർ കളിക്കുന്നത്. ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി 300 അടിച്ച താരത്തെ പിന്നെ ആരും എവിടെയും കണ്ടില്ല. എവിടെ പോയി കരുൺ നായർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നതിനിടയിലാണ് ക്രിക്കറ്റ് പോലും പലപ്പോഴും റോളർ കോസ്റ്റർ റൈഡായിട്ട് കരുൺ നായരുടെ ജീവിതത്തിലേക്ക് വന്നത്. ചില മത്സരങ്ങളിൽ കളിക്കും, ചില മത്സരങ്ങളിൽ പുറത്തു വയ്ക്കും. വേണ്ട രീതിയിലുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കരുൺ നായറിന് ഒരു പ്രധാന നെഗറ്റീവായിട്ട് മാറിയത്. റിഡംപ്ഷൻ ഓഫ് കരുൺ നായർ ആയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി ഒറ്റ കാര്യം ഉറപ്പിക്കാം, കരുൺ നായറിന് എല്ലാ ഡൽഹി മത്സരങ്ങളിലും ഉണ്ടാവും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ കരുൺ നായറാണ് ഡൽഹിക്ക് വേണ്ടി അതിഗംഭീരമായി കളിച്ചതെങ്കിൽ അതിന് തൊട്ടു മുന്നത്തെ മത്സരം നോക്കിയേ, KL രാഹുലിൻ്റെ ഇന്നിങ്സ് ആയിരുന്നു. KL രാഹുൽ വന്ന് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്ന് നെയ്തുകൂട്ടി ആ ഇന്നിങ്സ് ഇന്നും ഹാങ് ഓവർ മാറാതെ രോമാഞ്ചം കളിച്ച് നിൽക്കുകയാണ്. ഡൽഹിയെ വിറയ്ക്കണം, പേടിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരായ മത്സരത്തിലാണ് ഡൽഹി ഈ സീസണിലെ ആദ്യ പരാജയം ഏറ്റുവാങ്ങുന്നത്. അതിന് മുമ്പ് വരെ ഒരൊറ്റ മത്സരത്തിൽ പോലും പരാജയത്തിൻ്റെ രുചി അറിയാതെയാണ് ഡൽഹി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും ഡൽഹി ഒരു പവർ പാക്ഡ് ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണവുമാണ് കരുൺ നായരുടെ ഇൻക്ലൂഷൻ. പക്ഷേ സംസാര വിഷയമായി മാറുന്നത് ജസ്പ്രീത് ബുംറയുടെ ഈഗോയാണ്. ഒരാൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതുപോലും താങ്ങാൻ കഴിയാത്തൊരു വ്യക്തിയാണോ ജസ്പ്രീത് ബുംറ എന്നുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. മത്സരമാകുമ്പോൾ 2 അടി ഇങ്ങോട്ടും കിട്ടും, വിക്കറ്റുകൾ മാത്രമല്ല 2 അടി കിട്ടുമ്പോൾ അത് മനസ്സിലാക്കി വളരെ പക്വതയോടെ കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ബുംറയ്ക്ക് ഉണ്ടാകണമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ബൗളിംഗ് എല്ലാം കരുൺ നായർ കൃത്യമായ രീതിയിൽ സ്പോട്ട് ചെയ്ത് അടിച്ചുകൊണ്ട് വലിയൊരു ഈഗോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ജസ്പ്രീത് ബുംറയുടെ മനസ്സിലെന്നുള്ള വിമർശനം ക്രിക്കറ്റ് ആരാധകരുടെ ഇടയിലുമുണ്ട്. മുംബൈ 12 റൺസിന് ജയിച്ചെങ്കിൽ പോലും അതൊരു ജയമായി ഇപ്പോഴും മുംബൈ കണക്ക് കൂട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ അടി കൊണ്ട് തന്നെയാണ്. മത്സരം ഡൽഹിയുടെ കൈവിട്ട് പോയി, അവസാന നിമിഷം ഡൽഹി ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നൊക്കെ വസ്തുതയാണെങ്കിൽ പോലും കരുൺ നായരുടെ ആ ഇന്നിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഡൽഹി ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും കരുതിയിരുന്ന ഒരൊറ്റ കാര്യമായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും നാൾ? അതിന് കരുൺ നായരുടെ മറുപടി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ ആരും വിളിച്ചില്ല എന്നുള്ളതാണ്. ഇനിയെങ്കിലും കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസ് പോലൊരു ഫ്രാഞ്ചൈസി കരുൺ നായറിനെ പിക്ക് ചെയ്യുമ്പോഴേക്കും വരുന്ന മത്സരങ്ങളിൽ ഇതേപോലെ കരുൺ നായറിന് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസും കൂടി ഡൽഹി ഒരുക്കുകയാണെങ്കിൽ അൺഡൗട്ടഡ്ലി ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേവറേറ്റ്സായി ഡൽഹി ക്യാപിറ്റൽസ് മാറും.